നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലത്തെ മത്സരത്തിൽ രോഹിത് കളിക്കാനുണ്ടായിരുന്നെങ്കിൽ മത്സരഫലം മറിച്ചായേനെ, എം.ഐ വിജയിച്ചേനെ എന്ന് ചിന്തിക്കുന്ന നിരവധി ആരാധകരുണ്ട്. അദ്ദേഹത്തിന് ഒരു നല്ല സ്റ്റാർട്ട് ലഭിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ചെറിയ മാർജിനിലെ തോൽവി സംഭവിക്കില്ലായിരുന്നു എന്നതാണ് അവരുടെ ലോജിക്ക്. പക്ഷേ ഈ സീസണിലെ രോഹിത്തിൻ്റെ ഫോം വളരെ മോശമാണ്, നമുക്കറിയാം. അദ്ദേഹത്തിന് നല്ലൊരു ഇന്നിങ്സ് ഇതുവരെ കളിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ LSGക്കെതിരെയുള്ള മത്സരത്തിന് ടോസ് ഇട്ടതിന് ശേഷം ഹാർദിക് പാണ്ഡ്യ രോഹിത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ സമയം മുതൽ നമ്മളപ്പോൾ ലൈവ് ഉണ്ടായിരുന്നു, പ്രീ മാച്ച് ലൈവ് ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ ആ ലൈവിൻ്റെ സമയത്ത് നിരവധി കമൻറ്റുകൾ ഒഴിവാക്കിയതാണ്, മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്, അല്ലാതെ പരിക്കൊന്നുമല്ല എന്ന തരത്തിൽ പലരും പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. എക്സിലൊക്കെ അത്തരത്തിൽ നിരീക്ഷിക്കുന്ന പലരുമുണ്ട്. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഇന്നലെ ടോസിൻ്റെ സമയത്ത് കൃത്യമായിട്ട് അത് പറഞ്ഞു ഹാർദിക് പാണ്ഡ്യ. നെറ്റ്സിൽ വെച്ച് കാൽമുട്ടിന് ഒരു ഹിറ്റ് കൊണ്ടിട്ടുണ്ട്, ഒരു ബോൾ കൊണ്ടിട്ടുണ്ട്, അപ്പോൾ ഡിസ്കംഫേർട്ട് ഉണ്ട്, അതുകൊണ്ടാണ് കളിക്കാത്തതെന്ന്. ഇനി വിശദമായിട്ട് തന്നെ നോക്കാം. മഹേള ജയവർദ്ധനെ ഇന്നലെ വിശദീകരിച്ചു പറഞ്ഞു രോഹിത് ശർമ്മയുടെ കാര്യത്തിൽ. ഇത് അദ്ദേഹം ഇന്നലെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അത് പറഞ്ഞത് ഇങ്ങനെയാണ്: റോക്ക് ഒരു ഹിറ്റ് കിട്ടി, റോ ഗോട്ട് എ ഹിറ്റ് ഓൺ ഹിസ് നീ. അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിൽ ഒരു ഏറ് കൊണ്ടു, ഒരു ഹിറ്റ് കൊണ്ടു ഇന്നലെ. ഇത് ഇന്നലെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇന്നലെയെന്ന് അദ്ദേഹം ഇന്നലെ പറഞ്ഞ അതിനർത്ഥം മിനിയാന്ന്, അതാണ് അർത്ഥം. അദ്ദേഹം ബാറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ ആ കാൽമുട്ടിൽ അദ്ദേഹത്തിന് വെയിറ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ആ കാലിന് വെയിറ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് വീണ്ടും ഇന്നെന്ന് പറയുമ്പോൾ ഇന്നലത്തെ കാര്യമാണ്. ഇന്ന് അദ്ദേഹം ഫിറ്റ്നസ് ടെസ്റ്റിന് വിധേയനായി. അപ്പോഴും അവിടെ ഡിസ്കംഫേർട്ട് ഉണ്ടായിരുന്നു, ആ കാലിന് വെയിറ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ 100% അദ്ദേഹം ഫിറ്റല്ല എന്നതാണ് ഈ മത്സരത്തിൽ ഞങ്ങൾ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കുറച്ച് ദിവസവും കൂടി വിശ്രമം കൊടുക്കുക. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടും. ദാറ്റ്സ് വൈ വി തോട്ട് വി വിൽ ഗിവ് ഹിം എ ഫ്യൂ മോർ ഡേയ്സ് ടു ട്രൈ ആൻഡ് ഗെറ്റ് ത്രൂ ദാറ്റ്. അൺഫോർച്ചുനേറ്റ്, ഈ സംഭവിച്ചത് തീർച്ചയായിട്ടും അൺഫോർച്ചുനേറ്റ് വാട്ട് ഹാപ്പൻഡ് ഇൻ ദി നെറ്റ്സിൽ സംഭവിച്ചത് ദൗർഭാഗ്യകരമായി പോയി എന്ന് മഹേള ജയവർദ്ധന പറഞ്ഞു. അപ്പോൾ മറ്റു തരത്തിലുള്ള വിലയിരുത്തലുകളും കാര്യമൊന്നുമില്ല. രോഹിത്തിനെ പോലുള്ള ഒരാളെ 2-3 കളി മോശമായി എന്ന് കരുതി അങ്ങനെ പുറത്തിരുത്തുകയുമില്ല. സംഭവിച്ചത് പ്യുവർ ആക്സിഡൻ്റലായിട്ടുള്ള സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിന് ഹിറ്റ് കൊണ്ടു, ആ കാലിൽ വേദനയുണ്ട്, ആ കാലിൽ വെയിറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഫിറ്റ്നസ് പ്രശ്നം കൊണ്ട് മാത്രമാണ് രോഹിത് ഇന്നലെ കളിക്കാതിരുന്നത്. അത് മാറിക്കഴിഞ്ഞാൽ ഉടൻ അദ്ദേഹം കളിക്കളത്തിലേക്ക് എത്തും. ഇന്നലെ ബുംറയുടെ കാര്യത്തിൽ ബുംറ ഇന്ന് തിരിച്ചു വരുമെന്നുള്ള ചോദ്യമുണ്ടല്ലോ, അതിന് ഹാർദിക് പറഞ്ഞത് സൂൺ, വളരെ പെട്ടെന്ന് തന്നെ മടങ്ങിയെത്തുമെന്നാണ്. ഒരു പക്ഷേ അടുത്ത കളി കൂടി അദ്ദേഹം പുറത്തിരുന്നേക്കാമെന്ന സൂചനകൾ ചില മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം ബുംറ ഫിറ്റായി ഉണ്ടാകും എന്ന് തന്നെ കരുതുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ എത്താം.